അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടിഞ്ഞാറ് പുത്തുഞ്ചിറ മഹല്ല് മദ്രസ കമ്മിറ്റിയുടെയും സ്വാഗത സംഘത്തിൻ്റെയും കീഴിലായി നടത്തപ്പെടുന്ന മഹത്തായ നബിദിന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി കിഡ്സ് വിഭാഗത്തിന്റെ കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഖിറാഅത്ത് അവതരിപ്പിക്കാൻ ഫഹീം ഫർദാൻ 3ാം ക്ലാസ് ക്ഷണിച്ചോളൂ. ഖിറാഅത്ത് ഫഹീം ഫർദാൻ 3ാം ക്ലാസ്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. അസ്സലാമു അലൈക്കും. അടുത്തത് ഒരു ഗാനമാണ്. മുഹമ്മദ് അയാൻ 1ാം ക്ലാസ്സിലെ മുഹമ്മദ് അയാൻ. അസ്സലാമു അലൈക്കും. മദീന മദീന എൻ്റെ മദീന, മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന. മദീന മദീന എൻ്റെ മദീന, മഹശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന. പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു രംഗു മദീന, പച്ചയിൽ പൊളച്ച മദീന. കാണുവാൻ കുതിരും എൻ്റെ മദീന, കാമിലർ നബി ഉറങ്ങും എൻ്റെ മദീന. മദീന മദീന എൻ്റെ മദീന, മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന. മദീന മദീന എൻ്റെ മദീന, മഹശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന. മദീന മദീന എൻ്റെ മദീന, മെഹബൂബ് നബി ഉറങ്ങും എൻ്റെ മദീന. മദീന മദീന എൻ്റെ മദീന, മഹശൂഖ് നബി ഉറങ്ങും എൻ്റെ മദീന. അസ്സലാമു അലൈക്കും. അടുത്തത് 2ാം ക്ലാസ്സിലെ അമീൻ സയാൻ ഗാനം. അസ്സലാമു അലൈക്കും. ആറ്റലാൻ നബി തന്റെ മോളെ മഹദിയ ഫാത്തിമ ബീവി, മുത്ത് റസൂലിന്റെ കൽബിൽ തേനൊളി മലരേ തേനൊളി മലരേ. അഹ്ലു ബൈത്തിൻ ഉമ്മയാണ്, അരുമ പൂവിൻ റാണിയാണ്. അഹ്വദത്തെ കരളിൽ നിന്നും കുരുളിയാണ്, പുലിയൊളി തന്നോ മലാരെ ഫാത്തിമ
അടുത്തത് 1-ാം ക്ലാസ്സിലെ നാഫി. അസ്സലാമലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ഞിനിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂര്യക്കുന്നിലെ മഞ്ഞിനിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ, മരുഭൂമിയിൽ മരിപ്പറ്റ വിരിയിച്ച പൂവേ, മണിമക്കദൂത തലതിശയ ജീവേ, ആശിച്ചൊരാശ പൂക്കളോ, റസൂലുള്ള ആരും കൊതിക്കും തന്നലോ, ഹബീബുള്ള ആരും കൊതിക്കും തന്നലോ, ആകാശത്തിൽ രമ്പിളിയാണ്, ആഴക്കടലിലെ മുത്തുകളാണ്, ആമ്പൽക്കൂളത്തിലെ താമരയോ, റസൂലുള്ള ആരും കൊതിക്കും തന്നലോ. അസ്സലാമലൈക്കും. അടുത്തത് 1-ാം ക്ലാസ്സിൽ തന്നെ അഹമ്മദ് ഹംദാൻ. അസ്സലാമലൈക്കും. നമ്മുടെ നബി അവരാണ്, മുത്തു മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീബിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്, നബിയെ നാം സ്നേഹിക്കണം, നബിയെ നാം പിൻപറ്റണം. അസ്സലാമലൈക്കും. അടുത്തത് 2-ാം ക്ലാസ്സിലെ ഷഹബീൻ ഗാനം. അത് കഴിഞ്ഞ 2-ലെ തന്നെ അൻഫ ഉണ്ട്. അത് കഴിഞ്ഞ അൻഫ. അംബരമിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അംബരമിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. തിങ്കളിൽ ഉദിച്ചവരെ, തിങ്കളായി പിറന്നവർ, തിങ്കളിൽ ഉദിച്ചവരെ, തിങ്കളായി പിറന്നവർ, തങ്കശോഭദീനസില തന്ന ഹബീബ്, തന്ന ഹബീബ്. അംബരമിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. തെന്നലായി തലോടിയതും എന്നിലിഷ്ടമേകിയതും, തെന്നലായി തലോടിയതും എന്നിലിഷ്ടമേകിയതും, വെണ്ണില പദം വരച്ച് എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അംബരമിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതനം, എന്റെ ഹബീബ്, എന്റെ ഹബീബ്. വർണ്ണരേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും, വർണ്ണരേഖ പാകിയതും സ്വർഗമിലായി ചേർത്തിയതും, സ്വർഗമാൻ കുറിച്ച നാമം എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അംബരമിസ്കിന്റെ മണം, അമ്പിളി പോലുള്ള മനം, അമ്പവന്റെ ഇഷ്ടതനം,
എന്റെ ഹബീബ് എന്റെ ഹബീബ് രണ്ട് ലോകരക്ഷകരെ ചെണ്ടുപോൽ സുഗന്ധിതരെ രണ്ട് ലോകരക്ഷകരെ ചെണ്ടുപോൽ സുഗന്ധിതരെ വീണ്ടും ഞാൻ സലാത്ത് സൽ എന്റെ ഹബീബിൽ അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനം എന്റെ ഹബീബ് അമ്പർ മിസ്കിന്റെ മണം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനം എന്റെ ഹബീബ് അസ്സലാമു അടുത്തത് അൻഫ രണ്ടാം ക്ലാസ്. അടുത്തത് ഒരു ചിരിക്കരുത്. അടുത്തത് ഒരു കഥയാണ്. സഫ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നുമെന്നും ഞാൻ ഉറക്കുന്നേ സ്നേഹിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നുമെന്നും ഞാൻ ഉറക്കുന്നേ പാൽനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ് ഒരു വട്ടം കണ്ണാവിലെ നാണയമരബിയെ ഒരുപാട് കൊതിക്കും അതിമുള്ള മടിയെ ഒരു വട്ടം കണ്ണാവിലെ നാണയമരബിയെ ഒരുപാട് കൊതിക്കും അതിമുള്ള മടിയെ എനിക്കൊന്ന് ചെറുകൊണ്ടിയെ ഒരു വട്ടം പറയാൻ വരുമുള്ള നബിയെ കനവിലും നിലവിലും മുഖമാണ് കഥയറിഞ്ഞ് കനിയണം എന്നുറതാണ് സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നുമെന്നും ഞാൻ ഉറക്കുന്നേ പാൽനിലാവിൻ പൂനിലാവ് എന്തൊരു അഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ് മദീനത്തെ മണ്ണിൽ വാതി ലൊരിക്കൽ വന്ന് അണയും മഹബൂബ സലാം ചൊല്ലി അതകിലിരിക്കും സ്നേഹനിധിയെ കാണുവാൻ ഞാൻ കൊതിക്കുന്നേ മോഹമോടെ എന്നുമെന്നും ഞാൻ ഉറക്കുന്നേ പാൽനിലാവിൻ പൂനിലാവ് എന്തൊരഴകാണ് പുഞ്ചിരിക്കും പൂമുഖം കാണുമെന്നാണ് മദീനത്തെ മണ്ണിൽ തല എടുത്തു ഞാൻ പുണരും മതിവോളമാണ് മുത്ത് അവിടമിൽ ചാർത്ത്. അടുത്തത് സഫ കഥ. ഒരു അടിപൊളി കഥയുമായി ഒന്നിന് സഫ. അടുത്തത് അസ്ഹാബ്. അടുത്ത ഗാനം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദ്മാരെ, അസ്സലാമു അലൈക്കും. പണ്ട് പെൺകുട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സമ്മാനം കൊടുത്തു. സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? ആട്ടിറച്ചിയായിരുന്നു. സഹാബാക്കളും നിമിത്തങ്ങളും ആട്ടിറച്ചി ഭക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും ഇത് ഭക്ഷിക്കരുത്, എല്ലാവരും വേഗം കൈകൊട്ടിക്കോ പറഞ്ഞു. വിഷമുതൊന്നും പറഞ്ഞു. പെൺകുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. പെൺകുട്ടിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൾ കൂസല്ലാണ്ട് പറഞ്ഞു, ഇതിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്തിനാ ഇതിൽ വിഷം കലർത്തിയെന്ന്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, താങ്കൾ യഥാർത്ഥ നബിയാണെന്ന് അറിയാനാണ് ഇതിൽ വിഷം കലർത്തിയെന്ന് പറഞ്ഞു. ശരി യാത്രച്ചെന്നോട് പറഞ്ഞു, ഇതിൽ വിഷം
വിഷമുണ്ടെന്ന്. അസ്സലാമു അടുത്തത് അസ്ഹാബ്, 1-ാം ക്ലാസ്. അത് കഴിഞ്ഞാൽ നീം അഹ്മദ്. അടുത്ത ഗാനം കേട്ടോ. മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. മനസ്സേ മനസ്സേ മറിയാൻ ഉമ്മോ നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതി തീരുമോ, കരിയോരെ മണ്ണിൽ നീ വീഴുമോ. പുറത്തിരിഞ്ഞിട്ട് നടന്നു വരുവാൻ കഴിയുമോ നബിയെ, മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയെ. മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഞാനങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. ഭൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങനെ, ഭൂവിൽ അവിടെയുണ്ട് അതുപോലെ ശങ്കത. ഭൂവേ അവിടെ നിന്ന് പോരുന്നതെങ്ങനെ, ജന്നത്തുൽ ബഖി മടിയിൽ സ്വർഗമാ. ജന്നത്തി സലാം പറഞ്ഞാൽ സുഗന്ധമാ. മൗത്തിനല്ല എങ്കിൽ ഞാൻ മദീനയില്ല, മുത്തിനോട് യാത്ര ചൊല്ലി പോരയില്ല. നബിയേ അത്രക്കിഷ്ടമാണ് അടുത്തിരിക്കുവാൻ. മദീനയിൽ ചെന്നാൽ ഞാനങ്ങനെ പിരിയും, മെഹമൂദെ കണ്ടാൽ ഞാനങ്ങ് തളരും. അസ്സലാമു അലൈക്കും. അടുത്തത് നീം അഹ്മദ്, 1-ാം ക്ലാസ് അല്ല 2-ാം ക്ലാസ്. അത് കഴിഞ്ഞാൽ ഫൈസാൻ ടി എസ്. ആകാശത്തിന് താരകമായി ഭൂമിയിൽ വന്നതിനുറവ്, പാരിൽ പാരിത ശോഭ വിളറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. ആകാശത്തിന് താരകമായി ഭൂമിയിൽ വന്നതിനുറവ്, പാരിൽ പാരിത ശോഭ വിളറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. കിസ്റ കൈസർ നെറ്റിവരച്ചു, സാവതടാകം വറ്റി വരണ്ട്, ഹർസും കുർസും പളകം കൊണ്ടൊരു മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. കൂലികൾ ആകാശത്തിന് താരകമായി ഭൂമിയിൽ വന്നതിനുറവ്, പാരിൽ പാരിത ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. കൂലികൾ ഉച്ചൊരു ലോകത്ത്, കോലം കത്തൊരു കാലത്ത്, കാലം കാത്തൊരു കാലത്ത്. മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. ആകാശത്തിന് താരകമായി ഭൂമിയിൽ വന്നൊരു നൂറൊളിവ്, പാലിൽ പാലിത ശോഭ വിതറിയ മുത്തുനബിയുടെ മീലാദ്, മുത്തുനബിയുടെ മീലാദ്. അസ്സലാമു അലൈക്കും അസ്സലാം. ഫൈസാൻ ടി എസ്, 2-ാം ക്ലാസ്. ഫൈസാൻ. അസ്സലാമു അലൈക്കും. അശ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്തു സഹ്റ, ഇമ്പപ്പൂവഴകായി മക്ക മരുഭൂമിയിൽ ഉദിച്ചൊരു കമറാണ്, ഫാത്തിമ തൊളിവാണ്. അശ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്ത്
ബപ്പുകളായി മക്കാമരുഭൂമിയിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമ തൊളിവാണ് സത്തായതിന്റെ പാതയിൽ ഫാത്തിമ മാതൃക പൂവായി കിളങ്ങിയ രാജ മഹദികൾക്കാകെയും മാതൃകയാണവർ ഫാത്തിമത്ത് സഹ്റ ഫാത്തിമത്ത് സഹ്റ അഷ്റഫുൽ അംബിയ രാജാവിൻ മകൾ ഫാത്തിമത്ത് സഹ്റ ബപ്പുകളായി കാവൽ ഭൂമിയിൽ ഉദിച്ചൊരു കമറാണ് ഫാത്തിമ തെളിവാണ്. വലൈക്കും അസ്സലാം. അടുത്തത് ഹിഷാൻ മുഹമ്മദ് ഹിഷാൻ 2ാം ക്ലാസ്. അസ്സലാമലൈക്കും. ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ഞിളക്കണ്ടാലെ മോഹം കയറി മുത്തി മണത്തിടാൻ കൊതിയും കൂടി പൊന്നും മാതാരാട്ട് പാടും നേരം കേട്ടു ഞാനൻ മുത്തിൽ പുണ്യനാമം പൊന്നുപ്പാവാരി പുലർന്ന നേരം കേട്ടു ഞാൻ നബിയോട് സ്നേഹരാഗം ചിഞ്ഞാകൂടൽ മാല പുതിയിലെന്ന് ചാരെ വീണ്ടും പുന്നോളന്ന് ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ഞേളം കൽബാലെ മോഹം പേറി മുത്തി മണത്തിടാൻ കൊതിയും കൂടി അന്നു ഹിറാമിൽ മുജൂമുമൊത്ത് സിദ്ധിക്കോർ നേടിയ ഭാഗ്യമത്ര ആക്രോശത്താൽ വന്ന ശത്രുവിനെ പുഞ്ചിരിച്ചിട്ടുള്ള അജാബുമത്ര അഖിലർക്കും നദിയായി ആത്മകരി അൽആമീനായി വളരുന്നവര് ഓർത്തു കരഞ്ഞു ഞാനും തേടി മുത്ത് റസൂലിനെ കാണാൻ പൂതി കുഞ്ഞിളം കൽബാലെ മോഹം പേറി മുത്തി മണത്തിടാൻ കൊതിയും കൂടി. അസ്സലാമു അലൈക്കും. അടുത്തത് ഇൻസാഫ് അഹമ്മദ് 1ാം ക്ലാസ്. കഥ പറയുന്നതിന് വേണ്ടി ഇൻസാഫ് അഹമ്മദ് 1ാം ക്ലാസ്. അടുത്ത ആള് അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞേരട്ടെ. നമ്മുടെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കഥയാണ്. ഒരു ദിവസം നബി തങ്ങൾ വഴിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോഴത്തെ ഒരു കൂട്ടം ആളുകൾ വരുന്നു. നബി തങ്ങളെ കളിയാക്കാനും പരീക്ഷിക്കാനും തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹി വസല്ലം നബിയോട് ചോദിച്ചു, പൊന്നാര നബിയെ, ആ കാണുന്ന മാല അവരുടെ മുൻകൊടുക്ക് മറക്കട്ടെയോ? അവർ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട ജിബ്രീലെ, അവർ അറിവില്ലാത്ത സമയക്കാരായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾ നബി തങ്ങളുടെ സ്വഭാവം ശ്രദ്ധിച്ചല്ലോ. ഇങ്ങനത്തെ സ്വഭാവം തന്നെ നോക്കും വേണ്ടത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അടുത്തത് സൈഹാൻ 2ാം ക്ലാസ്. മുകളിലുള്ളതൊക്കെ ഇവിടെ കാണുന്നത് ലൈറ്റ് ഒക്കെ ഓഫ് ആയി താഴെ പോലല്ലോ. അസ്സലാമു അലൈക്കും.
അസ്സലാമലൈക്കും. അടുത്തത് ആദിൽ അഷ്റഫ്, 1ാം ക്ലാസ് ഗാനം. അത് കഴിഞ്ഞാല് കഥ. അത് കഴിഞ്ഞാൽ നഈം അഹമ്മദിന്റെ കഥ കേട്ടാ. അസ്സലാമലൈക്കും. അമ്മയുടെ ചേരുള്ള അമ്മർമനമുള്ള ഉമ്മത്തെരുണിയായി പൂമുത്തരാകരം ദോതരിവിറായി ആദര പൂവിന്റെ അഴകരുന്നപ്പോ ദൂർനാരര സഫമർവാദനി ബീവിഹാരര സംസമല്ല വരിടത്ത് ഇന്ദുഹാജര. അടുത്തത് നഈം അഹമ്മദ് വിളിച്ചല്ല കഥ, നഈം അഹമ്മദിന്റെ കഥ. അത് കഴിഞ്ഞാൽ ആദി 9ാം ക്ലാസ്സിൽ ഒരു ഗാനം. അസ്സലാമലൈക്കും. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പോയി. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കൂടെ വന്നവർ ഒരടുക്കാക്കിളിയെയും അതിന്റെ 2 കുഞ്ഞുങ്ങളെയും കണ്ടു. അപ്പോൾ അവർ അതിനെ എടുത്തു. അപ്പോൾ ആ കിളി അവർക്ക് മീതെ പറക്കുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്ന് അതിനെ എടുത്ത് പറഞ്ഞു, ആരായി ഇതിനെ വേദനിപ്പിച്ചത്? അതിനെ അതിന്റെ അമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കൂ. അപ്പോൾ ഒരു കുറുമ്പുകളെ കരിച്ചിട്ടേക്കണ കണ്ടു. അപ്പോൾ ആരായി ഇതിനെ കരിച്ചിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളാണ് അസഹാബത്തുകൾ പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്ക് മാത്രമേ തീയും കൊണ്ട് ശിക്ഷിക്കാൻ അധികാരമുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിളികളോടും പ്രാണികളോടും എന്ത് കരുണയെ കാണിച്ച ഇതെന്റെ കൂട്ടുകാർക്കും പാഠമാകട്ടെ. അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ